ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ചാള മീൻ ഇടാൻ വേണ്ടി 2 പുളിച്ചിക്ക പറിക്കാൻ പോയതാണ്. ഇന്ന് ചാള മീനാണ്. ഓരോ നാട്ടിലും ഇത് മത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇത് കീരിച്ചാള, ചാള ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ രാവിലെ തന്നെ സാമ്പാറും അവിയലുമായിട്ടൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. അങ്ങനെ സാമ്പാറൊക്കെ വെച്ച് കടുക് വറുത്തു. അങ്ങനെ അതിലെ ചാളക്കറിക്ക് വേണ്ടി പുളിച്ചിക്ക ഉണ്ട്, തക്കാളിയുണ്ട്, മുരിങ്ങയ്ക്കയുണ്ട്, പച്ചമുളകുണ്ട്. ഇതൊക്കെ ഇട്ടാണ് കേട്ടോ ഞങ്ങൾ നെയ്യാറ്റിൻകരക്കാർ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കറി വെക്കുന്നത്. അങ്ങനെ രാവിലെ മീൻ കറിക്ക് വേണ്ടി എരിഞ്ഞ് പറക്കൊക്കെ എല്ലാം റെഡിയാക്കി. ഇനി മീൻ നിറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് കുറച്ച് തേങ്ങ ഒന്ന് തിരുമ്മി എടുക്കാം. ഇത് ഞാൻ ഈ മടലിങ്ങനെ വച്ചിങ്ങനെ സുമേഷ് ഒന്നും വിചാരിക്കണ്ടേ കേട്ടോ മോനെ, എനിക്ക് വെട്ടാൻ വയ്യ. ഞാൻ അല്ലെങ്കിൽ നല്ല പച്ചയായിരിക്കുമ്പോഴാണെങ്കിൽ ഞാൻ വെട്ടി നല്ല ചെറുതായിട്ട് മുറിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. ഇതെനിക്ക് വെട്ടാൻ പറ്റണില്ല, മടൽ ഉണങ്ങി ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് കുത്തനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ മീനിനൊക്കെ അരച്ച് റെഡിയാക്കി ഇത് അടുപ്പിലൊക്കെ വെച്ചു. പിന്നെ ഒരു പുതിയ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ ചട്ടി. എൻ്റെ എല്ലാ ചട്ടികളും പൊട്ടിപ്പോയി. ഇനി ഇത് പോയിട്ട് വേറൊരു ചട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ചട്ടി എന്താണെന്ന് അറിയില്ല, കയ്യിൽ നിന്ന് പടക്കവും വീഴുന്ന എല്ലാം പൊട്ടി കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി. അങ്ങനെ എനിക്കൊരു കുറച്ച് ചക്ക ഇന്നും കിട്ടി. അതിനെ അങ്ങ് അവിയൽ വയ്ക്കാൻ വേണ്ടി മീനിനൊക്കെ ഏകദേശം റെഡിയായി. മീൻ നല്ല ഉപ്പൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ മീനൊക്കെ വെച്ച് റെഡിയാക്കി വീണ്ടും അരി അടുപ്പിനെടുത്ത് വെച്ചു. പിന്നെ ഇതാ ചക്ക അവിയൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ചക്ക അവിയലിന് അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. അടുത്ത് കുറച്ച് ചെറിയ ചൂരകളാണ് കേട്ടോ ഇപ്പം കിട്ടുന്നതൊക്കെ. അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. ഇപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇപ്പം കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തവരെ കാണുന്നുള്ളൂ, അല്ലാതെ വലുതായിട്ടൊന്നും ആരും കാണണില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ അങ്ങനെ രാവിലെ സാമ്പാറും ദോശയൊക്കെ റെഡിയായി. അങ്ങനെ ദോശ ചുട്ട് നിൽക്കുകയാണ്. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ അടുക്കള. താങ്ക് യു. രാവിലത്തെ അടുക്കളപ്പണി ഉച്ച ഊണിനുള്ള എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. രാവിലത്തെ കാപ്പിയുടെ ഉച്ച ഊണിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തുള്ള അടുക്കള ഒന്ന് കഴുകി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇനി നാളെയും ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇന്നും നാളെയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആണ്ടർതിയാണ്. നാളെ ആണ്ടർതിയാണ്. ആണ്ടർതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. 2 ദിവസം കൊണ്ട് വീടൊന്ന് ഫുള്ളായിട്ട് ഫിനിഷാക്കണം. അങ്ങനെ എല്ലാവർക്കും ലതികാസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. പ്രത്യേകിച്ച് എല്ലാവരോടും പറയുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ കുഞ്ഞു സഹോദരന്മാരോടും, എൻ്റെ ചേച്ചിമാരോടും, അനിയത്തിമാരോടും എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസ. ഇന്ന് പിന്നെ വൈകുന്നേരം കുറച്ച് ഇലയട ഉണ്ടാക്കി. അങ്ങനെ ഇലയടയും ചായയൊക്കെ ആയിരുന്നു വൈകുന്നേരത്തേക്ക്.